സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ അഴിമതി കേസിൽ ആരോപണ വിധേയനായ താങ്കൾക്ക് മന്ത്രിസ്ഥാനവും MLA സ്ഥാനവും രാജിവെച്ച് വിജിലൻസ് അന്വേഷണത്തെ നേരിടാൻ ഒരുങ്ങുകയാണ്. സംസ്ഥാന രാഷ്ട്രത്തിൽ ചുരുങ്ങിയ കാലം കൊണ്ട് ശക്തമായ സാന്നിധ്യമായി മാറി ഭാവി മുഖ്യമന്ത്രി എന്നിവരെ വിശേഷിപ്പിക്കും വിധത്തിൽ വളർന്ന താങ്കൾക്ക് തികച്ചും അപ്രതീക്ഷിതമായാണ് ഈ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? പഴയ അതേ വാചകം തന്നെ. കാലമാണ് പരമമായ സത്യം, ബാക്കിയെല്ലാം വെറും മിഥ്യ. എനിക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. ഞാൻ വീണ്ടും അധികാരത്തിൽ തിരിച്ചു വരും. മന്ത്രിയായിട്ടല്ല, മുഖ്യമന്ത്രിയായിട്ട്. എന്നെ ആ പദവിയിൽ കൊണ്ടുവന്നിരുത്തും കാലം. നന്ദി കൃഷ്ണൻ നമ്പ്യാർ. ഇനി ചർച്ചയിൽ പങ്കെടുക്കുന്നത് സൂസൻ മേരി തോമസ് ആണ്. നമുക്കറിയാം, ബുക്കർ പ്രൈസിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട വിബ്ജോർ എന്ന നോവലിന്റെ രചയിതാവ്, പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകയായ മേരി തോമസിന്റെ മകൾ, ദിശ എന്ന സാമൂഹ്യ സംഘടനയുടെ അമരക്കാരി. വിശേഷണങ്ങൾ ഒരുപാട് ചേർക്കാൻ കഴിയുന്ന വ്യക്തിത്വമായ സൂസൻ മേരി തോമസ് ആണ് സിറ്റിസൺ ജേർണലിസ്റ്റിന്റെ രൂപത്തിൽ കൃഷ്ണൻ നമ്പ്യാർ ഉൾപ്പെട്ട അഴിമതി വെളിച്ചത്ത് കൊണ്ടുവന്നത്. സൂസൻ, എന്താണ് പ്രതികരണം? എനിക്ക് ആശങ്കയാണുള്ളത്. സൗമ്യമായിട്ടാണ് എക്സ് മിനിസ്റ്റർ സംസാരിച്ചതെങ്കിലും ഒരു രാഷ്ട്രീയ ഫാസിസ്റ്റിന്റെ എല്ലാ ധിക്കാരവും ഉണ്ടായിരുന്നു ആ സ്വരത്തിൽ. മന്ത്രിയുടെയല്ല, മുഖ്യമന്ത്രിയുടെ കസേരയിൽ തന്നെ തിരിച്ചെത്തും എന്ന നമ്പ്യാരുടെ വാക്കുകൾ വിജിലൻസ് അന്വേഷണത്തെ ഭരണ സ്വാധീനം ഉപയോഗിച്ച് അട്ടിമറിക്കാനുള്ള നീക്കമായിട്ടാണ് ഞാൻ കാണുന്നത്. വിജിലൻസ് അന്വേഷിച്ച് ഒരൊറ്റ അഴിമതി കേസിലും ഒരു രാഷ്ട്രീയ നേതാവും ഇതുവരെ സംസ്ഥാനത്ത് ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമുക്ക് മുന്നിൽ ഉള്ളപ്പോഴാണ് നമ്പ്യാരുടെ ഈ പ്രസ്താവന. ജനാധിപത്യ കേരളം ഈ പ്രസ്താവനയെ ഗൗരവപൂർവ്വം വിലയിരുത്തുമെന്നും നമ്പ്യാരുടെ പ്രവൃത്തികളെ ഇനിയും കൂടുതൽ ജാഗ്രതയോടെ നിരീക്ഷിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. അവളെ ഞാൻ വെറുതെ വിടാൻ പോണില്ല. ആ സൂസൻ മേരി തോമസിനെ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കുന്നതിന് മുമ്പ് അവളെ ഞാൻ വെജിറ്റബിൾ ആക്കും. സിറ്റിസൺ ജേർണലിസം, അതിന്റെ ശരിക്കുള്ള അർത്ഥം എന്താണെന്ന് അവളെ അറിയിച്ചു കൊടുക്കുന്നുണ്ട്. എന്റെ കുട്ടികൾ, പാർട്ടി, യൂത്ത്. ഭാസ്കര, ആ ജനറേറ്റർ ഓൺ ചെയ്യേ. വന്നല്ലോ. കൃഷ്ണേട്ടാ, കൃഷ്ണേട്ടാ, ഇതെവിടെ പോയി? കൃഷ്ണേട്ടാ, 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 വാ വാ വാ. എന്താടോ, പത്രക്കാരുണ്ടോ പുറകില്? പണ്ടൊരു തവണ തന്നെ വിളിച്ചു വരുത്തിയപ്പോഴുണ്ടായ പ്രശ്നങ്ങൾ എന്തായാലും ഇത്തവണ ഉണ്ടാവില്ല. അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചിട്ട് തന്നെയാ തന്നോട് വരാൻ പറഞ്ഞത്. ത്രൂ പ്രോപ്പർ ചാനൽ. മുൻ മന്ത്രി കൃഷ്ണൻ നമ്പ്യാർ, അയാള് മരിച്ചിട്ടെന്ന് മാസം 1 തികയ്യ. ഇതുവരെ കൊലയാളികൾ ആരെന്ന് ഊഹിക്കാൻ പറ്റിയോ തനിക്കും തന്റെ പോലീസുകാർക്കും? കണ്ടോടോ പത്രങ്ങൾ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. കൃഷ്ണൻ നമ്പ്യാർ വധക്കേസിൽ ഒരു ടേണിംഗ് ഉണ്ടാവണം. പിന്നെയും സാർ, എടോ, ടേണിംഗ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായെന്നോ അതോ ഇല്ലെന്നോ? നോ സർ. അലക്സാണ്ടർ മേക്കാടൻ, സിറ്റി പോലീസ് കമ്മീഷണർ. അയാളാണല്ലോ മഹത്തായ 30 ദിവസവും ഈ കേസ് അന്വേഷിച്ചത്. അയാൾ അന്വേഷിച്ചിടത്തോളം മതി. കേസ് ഞാൻ വേറെ ആണുങ്ങൾക്ക് കൊടുക്കാൻ പോവുക. തനിക്കറിയാം ആളെ, നമ്മുടെ സിവിൽ സപ്ലൈസ് MD അപ്പൻ മേനോൻ. അറിയാം സർ. ഡോക്ടർ അപ്പൻ മേനോൻ IPS, ഡോക്ടറേറ്റ് ഇൻ ക്രിമിനോളജി. അയാള് തന്നെ. അയാളുടെ രീതിയും പെരുമാറ്റവും ഒക്കെ കണ്ട ലേശം കുഴപ്പമുണ്ടെന്ന് തോന്നും സർ. പക്ഷേ അത് പെരുമാറ്റത്തിലേ ഉള്ളൂ. മിടുക്കനാ. അയാളുടെ പെർഫോമൻസ് ലിസ്റ്റ് കഴിഞ്ഞ ദിവസം ഞാൻ നോക്കി. അന്വേഷിച്ച സകല കേസിലും പ്രതികൾക്ക് ശിക്ഷ. ഇത്രയും കഴിവുള്ള ഒരാള് സിവിൽ സപ്ലൈസിന്റെ തലപ്പത്തല്ല ഇരിക്കേണ്ടത്.
ഇതുപോലൊരു കേസിന്റെ തലപ്പത്ത എന്താ DGP? സർ. ഔദ്യോഗിക തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകും, ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം. സർ. ആ ഒന്ന് നിന്നേ. സർ. ഇറങ്ങിയിട്ട് പത്രക്കാരെ വിളിച്ച് പറഞ്ഞു കളയരുത്, ഞാൻ വിളിപ്പിച്ചത് ശാസിക്കാനാണെന്ന്. അറിയാലോ, വിഷയം അപ്പനാ, അപ്പൻ മേനോൻ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എക്സ്ക്യൂസ് മീ സർ. യെസ്. ഇന്നലെ 5 മിനിറ്റ് വൈകി വന്നപ്പോ സാർ എന്നെ വഴക്ക് പറഞ്ഞു. ഇന്ന് ഞാൻ ഓൺ ടൈമിലാ. വൈകിയപ്പോ ചീത്ത കേട്ട സ്ഥിതിക്ക് കൃത്യസമയത്ത് വരുമ്പോഴെങ്കിലും ഒരു നല്ല വാക്ക് അങ്ങനെയൊന്ന് പ്രതീക്ഷിക്കാലോ എനിക്ക്. ഞാൻ നല്ല വാക്ക് പറയാൻ പോകുന്നത് വാസന്തിയല്ല, ട്രെയിനിനെ. ട്രെയിനിനെയോ? അതെ, ഇന്നലെ വൈകി വന്നപ്പോ കുറ്റം ട്രെയിൻ്റെതായിരുന്നില്ലേ? ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് വൈകി. ഇന്ന് കൃത്യസമയത്തെത്തിയപ്പോ ക്രെഡിറ്റ് വാസന്തിക്ക്. അതെങ്ങനെ ശരിയാവും? ഇന്ന് ട്രെയിൻ കൃത്യസമയത്ത് എത്തിയത് കൊണ്ടല്ലേ വാസന്തിയും ഓൺ ടൈമിലെത്തിയത്. സർക്കാർ സംവിധാനത്തിൽ ജീവനക്കാർ കൃത്യസമയത്ത് ഓഫീസിലെത്തുന്നത് ഔദാര്യമല്ല, നിയമമാണ്, കടമയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ആ കരി നിയമം പ്രഖ്യാപിച്ച കക്ഷിയെ മൃഗീയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചവരാണ് നമ്മൾ മലയാളികൾ. കാരണം സിമ്പിളായിരുന്നു. ട്രെയിനുകൾ കൃത്യസമയത്ത് ഓടുന്നു, ഓഫീസുകൾ കൃത്യമായി പ്രവർത്തിക്കുന്നു. ഓർക്കണം, തിരിച്ച് പിടിക്കാൻ പറ്റാത്തതും തിരിച്ച് കിട്ടാത്തതും ഒന്നേ ഉള്ളൂ, ടൈം, കാലം. സോ ബി കെയർഫുൾ അബൌട്ട് ടൈം. വൈകാ വൈകാ അപ്പേട്ടാ, പ്രസവം ഇന്നുണ്ടാവും. പ്രസവം? അതിനെപ്പോഴാ വൈകാ നീ പ്രസവിക്കാറായത്? ഞാനല്ല, പശു. ഓ, പശു. നീ വെറുതെ എന്നെ കൺഫ്യൂസ് ചെയ്യിച്ചു. ഇത്തവണയും കാളക്കുട്ടി ആവാണ്ടിരിക്കാൻ എല്ലാ അമ്പലങ്ങളിലും വഴിപാട് നേർന്നിരിക്കാൻ ഞാൻ. പശുക്കുട്ടിയാണെങ്കിൽ കൃഷ്ണന്റെ അമ്പലത്തിലെ 3 ചുറ്റ് ശയനപ്രദക്ഷിണം നടത്തേണ്ടി വരും. നീയോ? ഞാനല്ല, അപ്പേട്ടൻ. വൈക, പശുവിന്റെ ഡെലിവറി പോലുള്ള നിസ്സാര കാര്യങ്ങൾക്ക് നീ ഇങ്ങനെ കൃഷ്ണന്റെ അമ്പലത്തിലും ശിവന്റെ അമ്പലത്തിലും ശയനപ്രദക്ഷിണം പോലുള്ള വഴിപാടുകൾ നേർന്നാൽ എന്റെ കാര്യം, യുനോ, ഐ എം ആൻ IPS ഓഫീസർ. അപ്പേട്ടൻ IPS ഓഫീസർ ആണെങ്കിൽ ഞാൻ IPS ഓഫീസറുടെ ഭാര്യയാ. ഞാൻ തറവാട്ടി കിടന്ന് കഷ്ടപ്പെടുകയാണെന്ന് വല്ല വിചാരമുണ്ടോ അപ്പേട്ടന്? അപ്പേട്ടന്റെ കാര്യം മാത്രമേ ഉള്ളൂ. എപ്പ നോക്കിയാലും തിരക്ക് തിരക്ക് തിരക്ക്. എന്ന് തീരും ഈ തിരക്ക്? 2035 ജൂലൈ മാസം 17-ാം തീയതി. അന്നാ ഞാൻ റിട്ടയർ ചെയ്യുന്നത്. അടുത്തില്ലെന്നുള്ള നിന്റെ പരാതി മുഴുവനും അന്ന് തൊട്ട് ഞാൻ തീർക്കും, പലിശ സഹിതം. വയസ്സുകാലത്തോ? വയസ്സുകാലമല്ല വൈക, ശൈശവം. പുതിയ കോൺസെപ്റ്റിനെ കുറിച്ച് നിനക്ക് അറിയാഞ്ഞിട്ടാ. റിട്ടയർമെന്റിന് ശേഷമാണത്രേ ഇപ്പൊ യഥാർത്ഥ ജീവിതം. മക്കളെയൊക്കെ കെട്ടിച്ചയച്ച് നമ്മൾ രണ്ടാളും അടിച്ച് പൊളിച്ച്. അതിന് മക്കളെവിടെ? ഉണ്ടാവുമല്ലോ. പാൽ അടുപ്പത്ത് വെച്ചിട്ടാണോ ഈ കുട്ടി? ഹലോ. ഹലോ. പട്ടാപ്പകരം ഡ്യൂട്ടി സമയത്തിന് ഉറങ്ങാണല്ലേ? ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ 15 മിനിറ്റ് മയങ്ങണം. അത് നിർബന്ധം അപ്പൻ സാറിന്. ഉച്ചയ്ക്ക് മയങ്ങിയാൽ പിന്നീട് ജോലി ചെയ്യാൻ ഇരട്ടി ഉന്മേഷം കിട്ടുന്ന അപ്പൻ സാറിന്റെ അഭിപ്രായം. എന്റെ അനുഭവത്തിൽ അത് ശരിയാ. അല്ല, ഇതെങ്ങോട്ടാ? അപ്പൻ സാറിനെ കാണാനാണെങ്കിൽ നടക്കില്ല കേട്ടോ. ഉച്ച മയക്കത്തിനിടയിൽ ആരെ അങ്ങോട്ട് കടത്തി വിടണ്ടെന്ന ഓർഡർ. വെറുതെ ചീത്ത കേക്കല്ലേ. ഞാനേ മെസ്സഞ്ചറാ, സ്പെഷ്യൽ മെസ്സഞ്ചർ. സാർ, അപ്പൻ സാർ. സാർ, എന്തു പറ്റി?
ഒന്നുമില്ല. തെറി കേട്ടല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. അല്ല, മെസ്സഞ്ചർ വന്നത് എന്തിനാണെന്ന് പറഞ്ഞില്ല. DGP ഓഫീസിൽ നിന്ന് പറഞ്ഞു വിട്ടതാ. കൃഷ്ണൻ നമ്പ്യാർ വധക്കേസ്. അതിന്റെ അന്വേഷണം ഇനി അപ്പൻ സാറിന്. അപ്പനോ? ഏതപ്പൻ? ആരപ്പൻ? അപ്പനല്ല, ഏത് അപ്പൂപ്പൻ വിചാരിച്ചാലും ഒരു ചുക്കും നടക്കില്ല. മേക്കട സ്ലോവാ, പക്ഷെ സ്റ്റഡിയാ, സ്ട്രോങ്ങാ. 1 മാസം എന്നല്ല, ചിലപ്പോ 1 വർഷം എടുത്തെന്നിരിക്കും. പക്ഷെ പൊക്കിയിരിക്കും പ്രതികളെ. നല്ല പെർഫെക്റ്റ്. ഇതൊന്നുമല്ല വേണു, എന്നെ ഒതുക്കാൻ വേണ്ടി ചിലർ മനഃപൂർവ്വം എടുത്ത പൊളിറ്റിക്കൽ ഡിസിഷൻ. ഇപ്പൊ മന്ത്രിസ്ഥാനത്തിരിക്കുന്ന പലരെയും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞാൻ ശരിക്ക് കുടഞ്ഞിട്ടുണ്ട്, ചിലക്കിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അതിന്റെ ചൊരുക്ക് തീർത്തതാ. തീർത്തോട്ടെ, എനിക്കൊന്നുമില്ല. പക്ഷെ ഈ അപ്പമേനോൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് എനിക്കൊന്ന് കാണണം. അതാണ് സാർ അപ്പൻ മേനോൻ. ഇയാളാണ്? അതെ. ഇത് അപ്പൻ മേനോനോ അതോ അപ്പം മേനോനോ? എനിക്കൊരു പ്രതീക്ഷയില്ല വേണു. ടിഫിൻ കാരിയറും ലാപ്ടോപ്പും. കേസിന്റെ കാര്യം ഖലാസ്. ഈ കേസിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ മിസ്റ്റർ അപ്പൻ. എത്രയും പെട്ടെന്ന് പ്രതികളെ കണ്ടുപിടിക്കണം. അതാണ് CMന്റെ ഓർഡർ. പ്രതികളെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാമായിരിക്കും അല്ലേ സർ? അല്ല, പെട്ടെന്ന് പിടിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാ. CMന് കുറ്റം പറയാൻ പറ്റില്ല അപ്പൻ. പത്രങ്ങളുടെ പ്രഷർ. പോണോട്രോപിക് ദൃശ്യങ്ങൾ, കീഴാള പരിപ്രേക്ഷ്യം, അപമാനവീകരണം, ബെസ്റ്റ്. ഇന്ത്യൻ ദേശീയതയെയും സാംസ്കാരിക ചിഹ്നങ്ങളെയും മതവെറി നിറഞ്ഞ കണ്ണിലൂടെ നോക്കി എന്നും അപഹസിക്കാറുള്ള ഈ പെട്രോ ഡോളർ പത്രത്തിൽ വരുന്ന വാർത്തകൾ ആരെങ്കിലും മുഖവിലക്കെടുക്കാറുണ്ടോ സാർ? കിണ്ടിക്കും മൊന്തയ്ക്കും നിലവിളക്കിനും സംഗീതത്തിനും രവിവർമ്മ ചിത്രങ്ങൾക്കും എന്തിന് മലയാളി ഉണ്ണാൻ ഉപയോഗിക്കുന്ന വാടയിലേക്ക് വരെ ജാതിയും മതവും ഉണ്ടെന്ന് പ്രചരിപ്പിക്കുന്ന ഈ D ക്ലാസ് പത്രത്തിൽ വരുന്ന വാർത്തകൾ ഒരു കേസിന്റെ അന്വേഷണത്തെയും പ്രഷറൈസ് ചെയ്യാൻ കാരണമാവരുത്. മുഖ്യമന്ത്രിക്കും നമ്മൾ ഉദ്യോഗസ്ഥർക്കും. ഇതിന്റെ സ്ഥാനം എവിടെ? പിന്നെ ഞാൻ ഈ കേസ് ഏറ്റെടുക്കുന്നത് സത്യം പറയാലോ സാർ, ഒട്ടും താല്പര്യത്തോടെയല്ല. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ചീഞ്ഞു നാറുന്ന ഒരു തൊഴുത്താണെങ്കിലും ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരുന്നു ഞാൻ അവിടം. ഇഷ്ടപ്പെടുക മാത്രമല്ല, ക്ലീൻ ആക്കി. എല്ലാവർക്കും അത് അറിയാം അപ്പൻ. എനിവേ, ബെസ്റ്റ് ഓഫ് ലക്ക്. കൺഗ്രാറ്റ്സ്. താങ്ക് യു സാർ. പിന്നെ അറിയാമല്ലോ CMന്റെ സ്വഭാവം. എന്തുണ്ടെങ്കിലും നേരിട്ട് വിളിക്കും, ശാസിക്കും. പക്ഷെ ആള് നല്ലതാ. എല്ലാം നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ശുദ്ധൻ. അറിയാം സാർ, ബട്ട് ഫേറ്റ് നന്നാവില്ല സാർ. ഒന്നും ഒരിക്കലും.